എന്നെ കണ്ടിട്ട് ഇപ്പൊ എന്ത് തോന്നുന്നു? ഒരു പൂതം പോലെ. എന്നൊരു ഉമ്മ തരൂ. പറ്റില്ല. അതെന്റെ മുഖത്തൊക്കെ തേക്കാണ്. അച്ഛമ്മയ്ക്ക് സുന്ദരിയാവണ്ടേ? ഞാൻ തേച്ചുതരാം. അച്ഛമ്മയെ പോലെ തന്നെ നിങ്ങളും എന്നെ കണ്ടിട്ട് ചെറുതായിട്ടൊന്ന് പേടിച്ചിണ്ടാവൂല്ലേ? എന്നാ ആരും പേടിക്കണ്ട കേട്ടോ. ഇത് ഞാൻ ഭൂതക്കോലം കെട്ടിയതൊന്നുമല്ല. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ സഹ്യ ആയുർവേദം എന്നാണ് ഞാൻ പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് എടുക്കണേന്ന്. അത് കണ്ടിട്ട് ഒരുപാട് പേര് ട്രീറ്റ്മെന്റിനെ പറ്റി എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പൊതുവെ പ്രസവരക്ഷ എന്ന് പറയുന്നത് നമ്മളൊരു സെന്ററിൽ പോയി ചെയ്യുന്നതല്ലേ കൂടുതൽ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു സെന്ററിൽ നിന്ന് കിട്ടുന്ന എല്ലാ സർവീസും കെയറും ഹോം സർവീസ് ആകുമ്പോൾ കിട്ടുമെന്നായിരുന്നു കൂടുതൽ ആൾക്കാരുടെ സംശയം. എന്നാ ഇനി അങ്ങനത്തെ സംശയങ്ങളൊന്നും വേണ്ട കേട്ടോ. സഹ്യയുടെ 14 days പോസ്റ്റ്നേറ്റൽ കെയറിൽ എനിക്ക് എന്തൊക്കെ സർവീസസ് കിട്ടിയതെന്ന് ഒരു സീരീസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പ്രൊസീജിയർ തുടങ്ങുന്നതിന് ഒരു അടിപൊളി ഹെഡ് മസാജിലൂടെയാണ്. അച്ഛമ്മയ്ക്കാണെങ്കിൽ ഈ കലാപരിപാടികളൊക്കെ കണ്ടു കഷ്ടമായത് കാരണം എല്ലാ ദിവസവും ട്രീറ്റ്മെന്റ് തീരുന്നവരെ എന്റെ കൂടെ തന്നെ കാണും കേട്ടോ. ഈ ഹെഡ് മസാജ് ഭയങ്കര റിലാക്സിംഗ് ആണ്. വസു വന്നതിന് ശേഷം ഇപ്പോഴും എന്റെ സ്ലീപ്പ് സൈക്കിൾ ഒന്നും ശരിയായിട്ടില്ല. അതിന്റെ സ്ട്രെസ്സും ഹെഡേക്ക് ഒക്കെ മാറുന്നത് റീനുദേ ഈ അടിപൊളി മസാജ് തരുമ്പോഴാണ്. ഓയിൽ മസാജ് കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തതൊരു ഹെയർ പാക്ക് ആണ്. നല്ലത് തന്നെയാണല്ലോ അങ്ങനെയൊക്കെ ചെയ്യണത്. അച്ഛമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ കണ്ടോണ്ടിരിക്കാൻ. കൂട്ടത്തിൽ എനിക്ക് നല്ല ചീത്തയും കേൾക്കാറുണ്ട്. ചീത്ത കേൾക്കുന്ന വേറെ ഒന്നിനും അല്ല കേട്ടോ. ഞാൻ പൊതുവേ തലയിൽ എണ്ണ തേക്കാറേ ഇല്ല. മാത്രല്ല നന്നായിട്ട് ഷാമ്പു ചെയ്യുകയും ചെയ്യും. ഇന്നിപ്പോ അതല്ലല്ലോ, ഒന്ന് സോപ്പ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. എണ്ണ തേക്കാണ്ടല്ലേ കുളിക്കലേ? എണ്ണ തേക്കില്ല, തൊടിയില്ല. എനിക്ക് എണ്ണ തേക്കാനും ഇഷ്ടമുണ്ടായിരുന്നില്ല. എണ്ണ തേക്കില്ല. ഇപ്പൊ ഇവര് ചെയ്തത് ശീലമായിട്ട് ഇതിപ്പോ മനസ്സിലായില്ലേ? എണ്ണമാര് ഓരോരോ സമയത്താണ് ഇതൊക്കെ മനസ്സിലാവുക. കുഴമ്പ് തേക്കലും കുളിക്കലും തലയിൽ എണ്ണ തേക്കലും. ഇപ്പൊ വെള്ളിയിലെ താളി തേക്കലുണ്ടോ? ഇല്ല. അതിന് പകരാണിത്. അതിന് പകരാണ്. നല്ലതാണ്. ഇല്ല, അതോടുകൂടി കഴിഞ്ഞോ? അല്ല, ഞാൻ തേക്കും. എണ്ണ തേക്കുമ്പോഴുള്ള സുഖം ഇപ്പഴല്ലേ മനസ്സിലായത്. ഞാൻ പറയുമ്പോ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പറയുമ്പോ അച്ഛമ്മ എന്നും എന്നോട് പറയാം എണ്ണ തേച്ച് കുളിക്കണം. അന്ന് ഞാൻ പറയും മടിയുള്ളി എണ്ണ നെറുവിലിട്ടോ, അതാ നല്ലതാണ്. കേൾക്കില്ല. മോനായ ശേഷം ഞാൻ പറഞ്ഞു. ഇപ്പൊ എണ്ണ തേക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിലും അന്ന് എണ്ണ തേക്കാത്തതിന്റെ പരിഭവങ്ങളൊന്നും അച്ഛമ്മയ്ക്ക് ഇനിയും പറഞ്ഞു തീർന്നിട്ടില്ല. അച്ഛമ്മേന്റെ വർത്തമാനത്തിനിടയിൽ സമയം പോയത് അറിഞ്ഞില്ല. എന്തായാലും ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ എന്താന്ന് ഞാൻ അടുത്ത റീലിൽ കാണിക്കാം കേട്ടോ. അറിയാം പറഞ്ഞത്